ഹനീഫ റഹിമയുടെ ശിഷ്യന്മാർ, അത് അബൂ ഹനീഫ റഹിമയുടെ ഈ മദ്ഹബിനെ ഏറ്റവും അധികം ലോകത്ത് പ്രചരിപ്പിച്ചതും അതേപോലെ ആ രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്തതുമായ ശിഷ്യന്മാർ പ്രധാനമായും 4 പേരാണ് അതിൽ എണ്ണപ്പെടുന്നത്. അതിൽ തന്നെ 2 പേരാണ് ഏറ്റവും പ്രമുഖരായവർ. ഒന്ന് ഖാദി അബൂ യൂസുഫ് അബൂ ഹനീഫ റഹിമയുടെ കൂടെ സദാസമയം കൂടെ ഉണ്ടായിരുന്ന, അബൂ ഹനീഫയുടെ ഫത്വകളെല്ലാം ക്രോഡീകരിച്ച, അബൂ ഹനീഫയുടെ ഗ്രന്ഥങ്ങൾ പലതും രചിച്ചത് അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇമാം ഷാഫി ആവട്ടെ അബൂ ഹനീഫ ആവട്ടെ അവർ നയിക്കുന്നവരെ എഴുതുന്നതിനേക്കാൾ ഏറെ ശിഷ്യന്മാരാണ് എഴുതുക. അവർ പറഞ്ഞു കൊടുക്കും, ശിഷ്യന്മാരങ്ങനെ എഴുതും. അതാണ് അന്നത്തെ ഒരു ശൈലി. അന്ന് ഉസ്താദന്മാർ ഇരുന്ന് എഴുതാന്നതിനേക്കാൾ കുറച്ചുകൂടെ മറ്റേ ശൈലിയാണ്. ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുള്ളൂ, ശിഷ്യന്മാർ അത് രേഖപ്പെടുത്തി പോകുന്നു. അപ്പോൾ ഇമാം ഷാഫിയുടെ കിതാബിൽ ഉമ്മക്കെടുത്താൽ ഒരു പേജിൽ തന്നെ 5-6 സ്ഥലത്ത് കാണാൻ പറ്റും ഖാദൽ ഇമാം ഷാഫിഈ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ പാരഗ്രാഫും വരിക. അപ്പോൾ അത് ഇമാം ഷാഫി സ്വന്തം കൈയോടെ എഴുതിയല്ല, അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, ശിഷ്യന്മാരെങ്ങനെ എഴുതുന്നു. കിതാബ് ഇമാം ഷാഫിൻ്റെ ഇമാം ഷാഫി നാവുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയുള്ളൂ, ശിഷ്യന്മാർ അത് രേഖപ്പെടും. ഇപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യണ പോലെ റെക്കോർഡ് ചെയ്ത് പോകുന്നു. ഈ റെക്കോർഡ് ചെയ്ത് വേണമെങ്കിൽ പുസ്തകമാക്കിയാൽ അതൊരു ആ ക്ലാസ്സിൽ തള ഇത് പുസ്തകമാണ് എന്ന് വേണമെങ്കിൽ പറയാലോ. അതായിരുന്നു അന്നത്തെ ഒരു ശൈലി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് അത് മാറിയത്. അതും അന്നത്തെ കാലത്ത് എഴുത്തിന് വലിയ പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നില്ല. അതിനേക്കാളേറെ അവർ മെമ്മറിയെയാണ് ആശ്രയിച്ചിരുന്നത്. കാണാതെ പഠിക്കാൻ അവർക്ക് അധികം പ്രോത്സാഹിപ്പിച്ച് എഴുത്തത്ര വലിയ പ്രാധാന്യമായി കണ്ടിരുന്നു. ഇമാം മാലിക്കൊക്കെ എഴുത്തിനെ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തിയിട്ട് കാണാൻ പറ്റും. എഴുതുമ്പോൾ അദ്ദേഹം പറഞ്ഞു എഴുതല്ല വേണ്ടത്, അതാണ് കാണാതെ പഠിക്കുക എന്ന് ഇമാം മാലിക്കൊക്കെ ധാരാളമായി പറയുമായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആദ്യകാലത്തൊക്കെ പ്രത്യേകിച്ചും അവരുടെ ഹിഫ്ദിനെയാണ് കൂടുതൽ അവലംബിച്ച് എഴുതി വെക്കുക എന്നുള്ളത് അത്ര വലിയൊരു കാര്യമായിട്ടല്ല അവർ കണ്ടത്. ഒരെന്ന് പറഞ്ഞു വെച്ചാൽ അൽ ഇൽമു സ്വൈദുൻ വൽ കിതാബത്തു ഖൈദുൻ. അൽ ഇൽമു സ്വൈദുൻ വൽ കിതാബത്തു ഖൈദുൻ. ഇൽമ് എന്ന് പറഞ്ഞാൽ സ്വൈദാണ്. സ്വൈദ് എന്നാൽ വേട്ട. ഒരു മൃഗത്തെ വേട്ടയാടി പിടിക്കുന്ന പോലെയാണ് അറിവ്. വേട്ടയാടി പിടിച്ച് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതായി. ഒരു കിതാബത്ത് ഖൈദുൻ, എഴുതി വെക്കുക എന്നത് പിന്നെ അതിനെ ചങ്ങലക്കിടലാണ് എന്നാ. വേട്ടയാടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടിലിട്ട് പൂട്ടാം, അല്ലെങ്കിൽ അതിന് ചങ്ങലക്കിടാം ഓടിപ്പോകാതെക്കാൻ വേണ്ടി. അതായത് വേട്ടയാടാൻ വേണ്ടി ചങ്ങലക്കിടുന്നല്ലോ. ചങ്ങലക്കിട്ട് കൈ കിട്ടിയിട്ടാണ് പിന്നെ വേട്ടയാടി കൈ കിട്ടിയിട്ടാണ് ചങ്ങലക്കിടൽ എന്ന പോലെ അറിവ് തേടി അത് മനസ്സിൽ ഹൃദയസ്ഥമാക്കിയിട്ട് വെക്കുക. പിന്നെ നഷ്ടപ്പെട്ടു പോകാതെക്കാൻ വേണ്ടി വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുടിച്ചു വെച്ചോളൂ. അതാണ് അൽ ഇൽമു സ്വൈദുൻ വൽ കിതാബത്തു ഖൈദുൻ എന്ന് പറഞ്ഞത്. അറിവ് സ്വൈദാണ്, എഴുതി വെക്കൽ ഖൈദാണ് എന്ന് പറഞ്ഞ ആ ഒരു അർത്ഥത്തിൽ. അപ്പം അന്നൊക്കെ അവർക്ക് എഴുത്തുന്നുള്ളത് അത്ര വലിയ പ്രോത്സാഹിപ്പിച്ച ഒന്നല്ല. പ്രത്യേകിച്ച് ഇമാം മാലിക്കൊക്കെ. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ആദ്യ കാലത്തൊക്കെ എഴുതാൻ പാടില്ല എന്നൊരു ശിഷ്യന്മാർ പറഞ്ഞതാണ്. ക്ലാസ് എടുക്കണമൊക്കെ കാണാതെ പഠിച്ചോളണം, അവിടെ എഴുതാൻ പാടില്ല എന്നാണ്. പിന്നെ ശിഷ്യന്മാർ പറഞ്ഞു അതിപ്പോൾ നിങ്ങളെപ്പോലെ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയൂല, അവിടെ എഴുതാങ്ങൾ അനുവദിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞപ്പോൾ എന്നാ പിന്നീട് എഴുതിക്കോളി എന്ന് മനസ്സോടെ അദ്ദേഹം സമ്മതിച്ചു എന്നൊക്കെ കാണാൻ കഴിയും. ഇമാം ഷാഫി ഒന്നും അങ്ങനെ അധികം എഴുതിയിട്ടില്ല. അദ്ദേഹം കേട്ടത് അങ്ങനെ പഠിക്കലാണ്. എന്ത് കേട്ടാലും ഇങ്ങോട്ട് വരാൻ പാടില്ല പിന്നെ ഇമാം ഷാഫി റഹിമഹുല്ലൊക്കെ കേൾക്കുന്നതൊക്കെ അങ്ങനെ കാണാൻ പഠിക്കുകയും ചെയ്യാം. ഇമാം മാലിക്കിൻ്റെ സദസ്സിൽ നിന്നിട്ട് ഇമാം ഷാഫി റഹിമഹുല്ല ക്ലാസ് കേട്ടതൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. ഇമാം ഷാഫി ഇമാം മാലിക്കിനെ കാണാൻ വേണ്ടി മദീനത്തേക്ക് പോകുന്നതും മദീനയിൽ എത്തുമ്പോൾ അസ്ർ നിസ്കാരം നടക്കുകയാണ്. അസ്ർ ജമാഅത്ത് മദീന പള്ളിയിൽ നടക്കുമ്പോഴാണ് ഇമാം ഷാഫി ആ 7 ദിവസത്തെ യാത്ര കഴിഞ്ഞ് മദീനത്തേക്ക് എത്തുന്നത്. മക്കയിൽ നിന്ന് 7 ദിവസം യാത്ര ചെയ്തിട്ട് അദ്ദേഹം മദീനത്തേക്ക് എത്തിയത്. അന്ന് കുറേ നടന്നും കുറേ എരിയും കഴിഞ്ഞപ്പുറത്തും യാത്രാ സംഘത്തിനെ കൂടെ കുഴിക്കാണ് അദ്ദേഹം പോയത്. അന്ന് അദ്ദേഹത്തിന് 13 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ 13-ാം വയസ്സ് അദ്ദേഹം പോയിട്ട് 7 ദിവസം കൊണ്ടാണ് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തുന്നത്. മദീനത്തെത്തിയപ്പോഴേക്ക് 14 പ്രാവശ്യം ഖുർആൻ ഫുള്ള് ഓതി തീർത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് 7 ദിവസം എത്തിയപ്പോഴേക്ക് 14 തവണ ഖുർആൻ കംപ്ലീറ്റ് ഓതി തീർത്തു. കാരണം ഫുള്ളാണ്, മുസൈഫ് വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ പോകുമ്പോഴൊക്കെ ഓ തന്നെയാണല്ലോ. അവിടെ ചെന്നപ്പോൾ അസ്ർ ജമാഅത്തിന്റെ സമയത്ത് എത്തുന്നത്. അപ്പം നേരെ ജമാഅത്ത് കണ്ട് പങ്കെടുത്തു. നിസ്കാരം കഴിഞ്ഞു. ഏതായാലും ഇമാം മാലിക്കിനെ കാണാനാണ് വന്നത്. ഇമാം മാലിക്കിന് ശിഷ്യനാവണം, അവിടെ ദർസിൽ ചേരണം. അതിനു വേണ്ടി തുണിങ്ങുപ്പായും കെട്ടുമാറപ്പൊക്കെ ഒരു ഭാണ്ഡമാക്കി കൈ കെട്ടി അതും കൊണ്ട് ഒരു യാത്രാ സംഘത്തിനെ കൂടെ മക്കത്തിൽ പോകുന്നതാണ്. മക്കത്ത് വന്ന ഏത് യാത്രാ സംഘത്തെ പരിചയപ്പെട്ടു, നിങ്ങളെ കൂടെ ഞാനും പോറ്റെ എന്ന് വെച്ചിട്ട് ഓല കൂടെ കൂടി ഉമ്മാൻ്റെ പെർമിഷൻ വാങ്ങി മദീനത്തേക്കാണ് പോയതാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. അപ്പോൾ അസ്രസ്കാരം കഴിഞ്ഞപ്പോൾ നേരെ ഇമാം മാലിക്കിന് ദർസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ധാരാളം ആളുകൾ ദർസിലുണ്ടാവും. ഇമാം മാലിക് എന്ന വലിയ തലയെടുപ്പുള്ള പണ്ഡിത, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വലിയ വലിയ പണ്ഡിതന്മാർ ഇമാം മാലിക്കിന് ക്ലാസ് പങ്കെടുക്കാൻ വേണ്ടി വരാറുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നേരെ ക്ലാസ് തുടങ്ങിയപ്പോൾ ഏതായാലും ക്ലാസ്സിൽ ഇരിക്കുക.
അപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും പിറകിലാണ് ഇമാം ഷാഫിക്ക് ഒരു സ്ഥലം കിട്ടിയത്. ചെറിയ കുട്ടിയാണ്, 10-13 വയസ്സ് പ്രായമേ ഉള്ളൂ. വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നും അവിടെ ഒന്നും സീറ്റില്ല. അപ്പോൾ അദ്ദേഹം അവിടെ ബാക്കിൽ നിന്നു. അപ്പോൾ എല്ലാവരും എഴുതുന്നുണ്ട്. ഇമാം ഷാഫിക്ക് എഴുതാൻ പേപ്പറും പെന്നൊന്നും ഇല്ല, ഉള്ളതൊക്കെ ഈ ലഗേജിലാണ്. ഇതൊന്നും പെട്ടി പൊളിച്ചിട്ടില്ല, അത് എന്തെങ്കിലുമൊക്കെ കെട്ടി വരഞ്ഞു കൊണ്ടായതാണല്ലോ. ഇതൊക്കെ എവിടെയെങ്കിലും സ്ഥലത്ത് ഇത് വെച്ചിട്ട് വേണം ഇത് കഴിച്ച് എഴുതണമെങ്കിൽ പെന്നൊക്കെ എടുക്കണമെങ്കിൽ. നമ്മുടെ ഈ പെണ്ണൊന്നും ആവില്ലല്ലോ, മഷിക്കുപ്പിയും പെന്നൊക്കെ ഉണ്ടാവുക, എടുത്ത് എഴുതി ആകണം. അപ്പം എന്താ ഇപ്പം ചെയ്യുക? എല്ലാവരും എഴുതുന്നുണ്ട്, ഉപ്പയ്ക്ക് എഴുതാവുന്നില്ല. അപ്പം അദ്ദേഹം ഇങ്ങനെ കയ്യുമങ്ങനെ തുപ്പലാക്കിയിട്ട് ഇങ്ങനെ എഴുതിയതാണ്. വെല്ലുമ്പോൾ തുപ്പലാക്കും, മറ്റേ കയ്യുമ്പോൾ ഇങ്ങനെ എഴുതും. അദ്ദേഹം ഹദീസ് പഠിപ്പിക്കുകയാണ്. ഇമാം മാലിക്കിനാണെങ്കിൽ ഹദീസ് പഠിപ്പിക്കുമ്പോൾ അനങ്ങാൻ പാടില്ല എന്നാണ്. ഇമാം മാലിക്കിൻ്റെ ക്ലാസ്സിൽ ഒരു ജയിലുണ്ടായിരുന്നു, ജയില്. ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഒരാൾ അനങ്ങിയാൽ അതിനുള്ളിൽ കാക്കണം, അവിടെ കയറി. അല്ല, നബിൻ്റെ ഹദീസിനോട് ബഹുമാനം പാടുന്നത്. അതേപോലെ നബിൻ്റെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ഇവിടെ വേറെ വർത്താനമില്ല. എന്തെങ്കിലും ഒരു കുറ്റക്കേട് കണ്ടാൽ പിടിച്ചിട്ട് ആ ജയിലിൽ കിടും, അവിടെ ആൾ കിടക്കേണ്ടത്. അത്ര കണിശമാണ് അദ്ദേഹത്തിന് ഹദീസ് ക്ലാസ്. അദ്ദേഹം കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് മുടി ചെയ്യുകി സുഗന്ധം ഉപയോഗിച്ച് വന്നിട്ട് ഇരുന്നിട്ട് അദ്ദേഹം ഹദീസ് ക്ലാസ്സിൽ കയറുള്ളൂ എന്നാണ്. ഫത്വ കൊടുക്കുമ്പോൾ ഇല്ലാത്ത സൂക്ഷ്മത ഹദീസ് പഠിപ്പിക്കുന്ന. അപ്പം അദ്ദേഹം ചോദിച്ച പദ്യമ്പോഴാണ് നബിയുടെ ഹദീസിന് ബഹുമാനമുണ്ട്, നമ്മളായിട്ട് ആ ബഹുമാനം കളയാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹം അതിന് കാരണം പറഞ്ഞിരുന്നത്. അപ്പം ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇങ്ങനെ ദർസ് എടുക്കുമ്പോൾ ഒരു കുറ്റം കിട്ടി ബാക്കിൽ അങ്ങനെ തുപ്പലം കൊണ്ട് കളിക്കുകയാണ്. ഇമാം മാലിക്കിന് അറിയില്ല ഇത് ആരാന്നോ. ചെറിയ കുട്ടിയിലെ 13 വയസ്സായ ഒരു കുട്ടിയാണ്. ഇത് ആരാന്താ പരിചയമില്ലല്ലോ. ഇമാം മാലിക് നോക്കിച്ചോ ഓനെ ഏതോ ഒരുത്തന്ന് ഇവിടെ കയറി കൂട്ടിയിട്ടുണ്ട്, ഓനൊരു കുറ്റം കെട്ടവനാണ് മനസ്സിലാക്കി. ദർസ് കഴിഞ്ഞ ശേഷം ഓനോട് വിളിക്കാറ്. അപ്പം വിളിച്ചു ഇവിടെ പറഞ്ഞു, എന്താ ഒരു അതമില്ലാതെ ചോദിച്ചു. അപ്പം ഇദ്ദേഹം ആലോചിച്ചിട്ട് പോകുന്നില്ല അതമില്ലാത്തത്. അപ്പം എന്താ അവസ്ഥ, ഞാൻ അതമില്ലാതെ കാണിച്ചു, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവിടെ കളിക്കണമല്ലോ. അപ്പം മനസ്സിലായി. പറഞ്ഞില്ല, ഞാൻ കളിക്കലേ എഴുതിയെന്ന് പറഞ്ഞു. അപ്പം എഴുതിയത് എവിടെ വെച്ചു? എഴുതിയത് ഇല്ല, അത് മാഞ്ഞു പോയി. ഞാൻ പെണ്ണ് എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പം അതുകൊണ്ട് ഞാൻ തുപ്പലോട് എഴുതിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഇതൊരു പരിഹസിക്കാൻ വരെ തോന്നുന്നേ. അപ്പോൾ എന്താ സംഭവം? അപ്പോൾ ഇവർ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ എഴുതിയാൽ എനിക്ക് വേഗം പഠിയും, അതുകൊണ്ടാണ്. എന്നിട്ട് പഠിഞ്ഞു ചോദിച്ചു. ആ പഠിഞ്ഞു പറഞ്ഞു. എന്നാ പറയാറ്. അപ്പോൾ അന്നത്തെ ക്ലാസ് 25 ഹദീസാണ് ഇമാം മാലിക് പഠിപ്പിച്ചത്. ആ 25 ഹദീസും സനദടക്കം ഇമാം ഷാഫിയോട് പറഞ്ഞു കൊടുത്തു. നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് ഇതാണ്, ഹദ്ദസനാ നാഫിഉ അൻ ഇബ്നു ഉമർ അൻ സ്വാഹിബി ഹാദൽ ഖബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ സനദടക്കം ഇമാം ഷാഫി 25 ഹദീസും ആ തർത്തീബിൽ അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു. ഇതാണ് നിങ്ങൾ പെണ്ണ് പഠിപ്പിച്ച മൊത്തം ഹദീസ് ഇതാണ്. ഒന്നാമത്തെ ഇതായിരുന്നു, അതിന് സനദ് ഇതാണ്. രണ്ടാമത്തെ ഇതാണ്, അതിന് സനദ് ഇതാണ്. അങ്ങനെ 25 ഹദീസും സനദടക്കം ഇമാം ഷാഫിയാണ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇമാം മാലിക് മനസ്സിലായി, ഇവനൊരു ചില്ലറക്കാരനല്ല. എവിടുന്ന വരുന്നത് ചോദിച്ചു. ഞാൻ മക്കത്തു നിന്നാണ്. അപ്പം പിന്നെ ഹാഷിമിയാണോ ചോദിച്ചു. ആ ഹാഷിമിയാണ്. മുത്തലിബിയാണോ? മുത്തലിബിയാണ്. അപ്പം ഏതാണ്ട് ഒരു അവിടുത്തെ ഉന്നത കുടുംബത്തിൽ പറഞ്ഞ തരക്കേടില്ല, അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടിയാണ്, മനസ്സിലായി. എന്നാൽ എൻ്റെ പെരയ്ക്ക് വരാറ്. അങ്ങനെ പെരി കുട്ടി കൊണ്ടുപോയി 8 മാസം ഇമാം മാലിക്കിൻ്റെ വീട്ടിലെ ഇമാം ഷാഫി താമസിച്ചത്. അപ്പം സ്പെഷ്യൽ ഒരു പരിഗണന കിട്ടി. 8 മാസം അവിടെ ഇമാം മാലിക്കിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് കൂടാൻ അവസരം കിട്ടി. അന്ന് ഇമാം മാലിക് കൊടുത്ത ഉപദേശമാണ്, എൻ്റെ ഖൽബിൽ അല്ലാഹു തആല ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിരിക്കുന്നു, നീ തിന്മകൾ ചെയ്തുകൊണ്ട് നീ അത് കെടുത്തിക്കളയാൻ പാടില്ല. അറിവാകുന്ന വെളിച്ചം എൻ്റെ ഖൽബിൽ അല്ലാഹു കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇനി തെറ്റ് ചെയ്തിട്ട് ആ വെളിച്ചത്തെ നീ കെടുത്തരുതാണ്. ഇപ്പം 8 മാസം അവിടെ നിന്നു. ഇമാം മാലിക് എന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ആ 8 മാസം കഴിഞ്ഞപ്പോഴാണ് ഹജ്ജിന് വന്ന കൂഫയിലെ സംഘം ഹജ്ജ് കഴിഞ്ഞ് മദീനയിൽ വന്നത്. അപ്പോൾ ഓലെ പരിചയപ്പെട്ടപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ വലിയ ആലിമാരാ? അപ്പോൾ അവിടെ ഹസനു ഷൈബാനി ജീവിച്ചിരിപ്പുണ്ട്. അബൂ ഹനീഫ രണ്ടാമത്തെ ശിഷ്യൻ. ഒന്ന് നമ്മൾ പറഞ്ഞു ഖാദി അബു യൂസുഫ്, രണ്ടാമത് മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി. മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി. ഒരു 2 പേരും നമ്മുടെ അബൂ ഹനീഫയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ. സദാസമയം അബൂ ഹനീഫയുടെ കൂടെ ഉണ്ടായിരുന്ന, അബൂ ഹനീഫയുടെ എല്ലാ അർത്ഥത്തിലും സഹചാരികൾ എന്ന് പറയാവുന്ന, അബൂ ഹനീഫയുടെ കിതാബുകളൊക്കെ ക്രോഡീകരിച്ച, ഹനഫി മദ്ഹബിലെ പ്രധാന ഗ്രന്ഥങ്ങളെല്ലാം രചയിതാക്കളായ, ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അവർ രണ്ടാണ്. ഷെയ്ഖാനി എന്ന് ഹനഫി മദ്ഹബിൽ പറഞ്ഞാൽ ഖാദി അബു യൂസുഫും അതേപോലെ ഇമാം ഷൈബാനിയും 2 പേരുമാണ് അന്ന് ഹനഫി മദ്ഹബിലെ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ. ഷാഫി മദ്ഹബിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ഇമാം നവവി, ഇമാം റാഫിഈ. ഷാഫി മദ്ഹബിൽ ഖാല ഷെയ്ഖാനി എന്ന് പല കിതാബിലും കാണും, ഷെയ്ഖാനി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നവവി ഇമാമും റാഫിഈ ഇമാമുമാണ് ഷെയ്ഖാനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബിൽ ഷെയ്ഖാനി എന്ന് പറഞ്ഞാൽ ഖാദി അബു യൂസുഫും അതേപോലെ മുഹമ്മദ് ബിൻ ഹസൻ ഷൈബാനിയുമാണ് ഹനഫി മദ്ഹബിലെ ഷെയ്ഖാനി എന്ന് പറയുന്നത്. അത്രയും പ്രഗത്ഭന്മാർ 2 പേരും.
അപ്പോൾ അവിടെ ഖാദി അബു യൂസുഫ് പിന്നെ അല്ല ഷൈബാനി ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഷാഫിക്ക് ഒരു ആഗ്രഹം, ഞാൻ അങ്ങോട്ട് പോയാലോ, ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടിയല്ലോ, ഇനി കൂഫയിൽ പോയി ഷൈബാനിയെ കണ്ട് ഷൈബാനിയുടെ ശിഷ്യത്വം കൂടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ തരക്കേടില്ല എന്ന് വല്ലാത്തൊരു ആഗ്രഹം. അപ്പോൾ മദീനത്തുനിന്ന് ടീമെ പരിചയപ്പെട്ടു, കൂഫക്കാരെ നിങ്ങൾ പോകുമ്പോൾ എന്നെ കൊണ്ടുപോയിച്ചു, ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ല. പക്ഷേ ഉസ്താദിന് സമ്മതമില്ലാതെ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ഇമാം മാലിക്കിനോട് സമ്മതം ചോദിച്ചു. അപ്പം മാലിക്ക് സംബന്ധിച്ച് മാലിക്ക് സമ്മതം കൊടുത്തു. അദ്ദേഹത്തോട് ഇമാം ഷാഫി പറഞ്ഞു, ഞാൻ മക്കയിൽ നിന്ന് പോരുമ്പോൾ ഉമ്മയോട് സമ്മതം ചോദിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, പക്ഷെ ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോകാൻ ഉമ്മയോട് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ, ഉമ്മാനെ പെർമിഷൻ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റുമോ? അപ്പം ഇമാം അബൂ ഹനീഫ ചോദിച്ചു, ദീനു പഠിക്കാൻ അനുവാദം വാങ്ങി പോകുന്നതല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അബൂ ഹനീഫ അല്ല ഇമാം മാലിക്, ദീനു പഠിക്കാൻ അനുവാദം വാങ്ങി പോകുന്നതല്ലേ? അത് വാങ്ങിയിട്ടുണ്ട്, എന്നാൽ പിന്നെ പൊയ്ക്കോ, അനുവാദം മതിയാണ്. ഉമ്മാനോട് ദീൻ പഠിക്കാൻ അനുവാദം ചോദിച്ചാണല്ലോ, അതിനല്ലേ പോണത്, അത് പൊയ്ക്കോ. അങ്ങനെയാണ് ആ യാത്രാ സംഘത്തിൻ്റെ കൂടെ അദ്ദേഹം നേരെ കൂഫയിലേക്ക് എത്തുന്നതും അവിടെ ചെല്ലും, ഷൈബാനെ കാണും, ഷൈബാൻ്റെ കൂടെ പിന്നീട് 6 മാസം താമസിച്ചതും അവിടെയും ഇതേപോലെ ഒരു പ്രത്യേകമായ അവസരം കിട്ടി. ഷൈബാനിയുമായി പ്രത്യേക ബന്ധം ചന്ദൻ തന്നെ കിട്ടി, ഷൈബാൻ്റെ വീട്ടിൽ താമസിക്കാൻ അവസരം കിട്ടി. ചെറിയ കുട്ടിയാണെങ്കിലും അവിടും ഇതേപോലെ ഒരു അവസരം ഉണ്ടായി. അദ്ദേഹം ചെന്നും അവിടെ എത്തിയപ്പോൾ അസ്ർ നിസ്കാരമാണ് പള്ളിക്കൽ. അപ്പോൾ അവിടുത്തെ നിസ്കാരത്തിൽ പങ്കെടുത്തു. നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇപ്പോൾ തൊട്ടടുത്ത നിസ്കരിക്കുന്ന ആളുണ്ട്, അയാളുടെ ഇമാം ഷാഫി പറഞ്ഞു എൻ്റെ നിസ്കാരം ശരിയായിട്ടില്ല, കുറച്ച് വലിയ പ്രായമുള്ള ഒരു മുതിർന്ന ആളാണ്, നിങ്ങളുടെ നിസ്കാരം ശരിയല്ല. അതിന് വേണ്ട ചീത്താറിന് ഞാൻ 15 വരെ നിസ്കരിക്കുന്നു, ഇവിടെ ഷൈബാൻ ഇവിടെ പള്ളിക്കുന്നുണ്ട്, മൂപ്പര് കണ്ടിട്ട് തരാൻ എന്നോട് കുറ്റം പറഞ്ഞിട്ട് ഞാൻ 5 വരെ ഇത്ര പോകുന്ന ചെക്കൻ മതി പോകരുത് പറഞ്ഞ്. അത് പറഞ്ഞ് അങ്ങനെ പോയി. ഇദ്ദേഹം പോയിട്ട് ഷൈബാനോട് പറഞ്ഞു, ഇങ്ങനെ ഞാൻ നിസ്കരിക്കുമ്പോൾ കുട്ടി എന്നിട്ട് ഇങ്ങനെ നിസ്കാരം ശരിയില്ല പറയുന്നുണ്ട്. അപ്പം ഈ ഷൈബാൻ ഇപ്പം വേണ്ടി ചോദിച്ചോക്കെ, നിങ്ങളൊക്കെ എങ്ങനെ നിസ്കാരം ആരംഭിക്കാൻ ചോദിച്ചോക്കെയാണ്. അത് പോയിട്ട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബി നഫ്ലിൻ വ ഫർളൈൻ, ഒരു സുന്നത്തും 2 ഫർളും കൊണ്ടാണ് ഞങ്ങൾ നിസ്കാരം ആരംഭിക്കുന്നത് എന്നാണ് മറുപടി. വിശദീകരണമൊന്നുമില്ല. അവിടെ ഒന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത് കാരണം എന്നാൽ ഓനെ പിടിക്കുകയാണ്, ഓൻ ചില്ലറക്കാരനല്ല. അങ്ങനെ മറുപടി പറഞ്ഞെങ്കിൽ ആള് ചില്ലറക്കാരനല്ല, വരാൻ പറയാറ്. അപ്പോൾ വരാൻ പറയാൻ പറഞ്ഞു. വന്നു. ചെറിയ കുട്ടിയാണ്, 13.5 വയസ്സ് പ്രായം, 8 മാസം അവിടെ നിന്നാണ് പോരുന്നത്. അവിടെ വന്ന് എവിടുന്ന വരുന്നത് ചോദിച്ചു. ഞാൻ മദീനത്ത് നിന്നാണ് കാരണം. ഇമാം മാലിക്കിനെ കണ്ടക്കണോ ചോദിച്ചാൽ ഇമാം മാലിക്കിനെ കണ്ടു, കുറച്ച് കാലം അദ്ദേഹത്തിനെ കൂടെ താമസിച്ചിട്ടുണ്ട് കാരണം. അഞ്ഞ് വളരെ വർത്താൻ ആവശ്യമില്ലാതെ ഇമാം മാലിക്കിനൊപ്പം കൂടെ വന്ന ആളാണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പരിചയപ്പെട്ടു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി ഷൈബാനി തൻ്റെ വീട്ടിലാക്കി. അപ്പോഴേക്കും രാത്രി ഇഷാക്ക് ശേഷമാണ് ഷൈബാൻ്റെ വീട്ടിലേക്ക് പോണത്. അപ്പം ചെന്നപ്പോൾ ഷൈബാനി പറഞ്ഞു, രാത്രി ഏതായാലും പിന്നെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കിടക്കാൻ പോവുള്ളൂ, അവർ മുഷിപ്പ് മാറ്റണമെങ്കിൽ വല്ലതും നിലയ്ക്ക് അബൂ ഹനീഫ ഇമാമിൻ്റെ കിതാബ് കൊടുത്തു, രാത്രി വേണമെങ്കിൽ ഉറക്കം വരോളം എനിക്ക് വായിക്കാം എന്ന് പറഞ്ഞു കൈയെഴുത്തിപ്പെടുത്തി കൊടുത്തു. ആയിക്കോട്ടെ, അത് സ്വീകരിച്ചു. അവിടെ ഇരുന്നു. ഇമാം ഷാഫി സുബി വരെ ഇരുന്നിട്ട് വായിച്ചു. ആ കിതാബ് ഫുള്ള് ഇഫ്ലായി. നേരം വെളുത്തപ്പോഴേക്കും അത് ഫുള്ളാണ്, വന്ന് ഉറങ്ങിയിട്ടില്ല. ഇരുന്നാട് വായിച്ചത് കംപ്ലീറ്റ് ആണ് കാണാപ്പാടം പഠിഞ്ഞു. നേരം വെളുത്തേക്ക് ഉസ്താദിന് ആ കിതാബ് കൊടുത്തു, വായിച്ചു കഴിഞ്ഞല്ലോ. അങ്ങനെ പിന്നീട് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ അങ്ങനെ പങ്കെടുത്തു. ആ ക്ലാസ്സിൽ ഉസ്താദ് ഒരിക്കലും ഒരു മസല പറഞ്ഞു, അബൂ ഹനീഫ ഇമാമ് ഈ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇമാം ഷാഫി അബൂ ഹനീഫ പറഞ്ഞു, അങ്ങനെയല്ലോ ഉസ്താദ്, ഇങ്ങനെയാണല്ലോ പറഞ്ഞു. അപ്പോൾ എവിടെ അത് മബ്സൂത്തിലുണ്ട്. അപ്പോൾ മബ്സൂത്താണ് അന്ന് കൊടുത്ത കിതാബ്. അപ്പോൾ ആ കിതാബിലുണ്ടോ? ഉണ്ട്. അതിൻ്റെ ഇന്ന അധ്യായത്തിലാണ്, അതിൻ്റെ മേലെ എങ്ങനെ പറയുന്നുണ്ട്, താഴെ എങ്ങനെ പറയുന്നുണ്ട്, ഇതാണ് അതിലുള്ള വിഷയം. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അപ്പോൾ കിട്ടി വെച്ചു. അത് ഞാൻ വന്ന് തന്നപ്പോൾ ഞാൻ കാണാൻ പിടിച്ചിട്ടുണ്ട് അത്. അപ്പോൾ ഇദ്ദേഹം മബ്സൂത്ത് വരുത്തിച്ചു. അത് നോക്കിയപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെയാണ് അതിലുള്ളത്. അങ്ങനെ ഒരു പ്രത്യേക ബന്ധം പോലും തമ്മിൽ അടുപ്പമുണ്ടായി. അങ്ങനെ അവിടെയും കുറച്ച് കാലം കൂടി. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് പോരുകയാണ്. അപ്പം അതേ പറഞ്ഞാൽ അന്ന് അവർ ഹിഫ്ലിനെയാണ് കൂടുതൽ അവലംബിച്ചത് എന്ന് പറയാൻ പറഞ്ഞത്. അപ്പം അന്ന് എഴുത്തല്ല അവർക്ക് വലിയ കാര്യം. എഴുതണേ അവർക്ക് പേപ്പർ വേണം, അതിന് പെന്ന് വേണം, കുറേ സമയം വേണം. അതിനേക്കാൾ എളുപ്പമാണ് അതാണ്ട് കാണാതെ പഠിക്കുക എന്നുള്ളത്. അപ്പം ഒറ്റ ദിവസം 2 ദിവസം കൊണ്ടൊക്കെ ഒരു കിതാബ് എങ്ങനെയാണ്ട് ഇഫ്ലാക്കി പോവാണ് ചെയ്യുന്നത്. ഹദീസൊക്കെ കേൾക്കുന്ന മാത്രയിൽ അവർക്ക് ഇഫ്ലാഖ് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ ഒരു തൗഫീഖാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇമാം മാലിക് അബൂ ഹനീഫയുടെ ശിഷ്യനാണ്. ഇമാം മാലിക്കിൻ്റെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹ്. ഇമാം ഷാഫിൻ്റെ ശിഷ്യനും ഉസ്താദുമാണ് ഇമാം അഹമ്മദ്. ഇമാം ഷാഫിയും ഇമാം അഹമ്മദും അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താദുമാണ്, ശിഷ്യന്മാരുമാണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചിട്ടുണ്ട്. ഹദീസിൽ ഇമാം അഹമ്മദ് ഉസ്താദാണ്, ഫിഖ്ഹിൽ ഇമാം ഷാഫി ഉസ്താദാണ്. ഇമാം ഷാഫി പറയുമായിരുന്നു അബൂ ഹനീഫയോട്,
ഒരു ഹദീസ് എവിടുന്ന് കിട്ടിയാലും നിങ്ങൾ അതിന് എന്നെ അറിയിക്കണം എന്ന് ശിഷ്യനായ ഇമാം അഹമ്മദിനോട് ഇമാം ഷാഫി പറഞ്ഞു. നിങ്ങൾക്ക് എവിടുന്ന് ഒരു ഹദീസ് കിട്ടിയാലും അത് നിങ്ങൾ എന്നെ അറിയിക്കണം എന്ന് ഇമാം ഷാഫി പ്രത്യേകമായി പറയാറുണ്ട് എന്നൊക്കെ കാണാൻ കഴിയും. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ഖാദി അബൂ യൂസുഫ് അതേപോലെ മുഹമ്മദ് ബിൻ ഹസൻ അശ്ശൈബാനി അവർ രണ്ടുപേരുമാണ് ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് ശിഷ്യന്മാർ. അവരാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ അറിവുകളെ ലോകത്തിന് കൈമാറിക്കൊടുത്ത ഏറ്റവും പ്രധാനികൾ. അബൂ ഹനീഫ റഹിമഹുള്ളയുടെ വിജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ഫത്വകൾ, അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതൊക്കെ ലോകത്തേക്ക് പ്രചരിപ്പിച്ചതിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ അവർ രണ്ടുപേരുമാണ് വഹിക്കുന്നത്.